മോർണിംഗ് കർഷക സഹോദരന്മാരെ, വിളകളിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതിനായി നിരവധി ഘടകങ്ങൾ കാരണമാകാം. അതിലൊന്നാണ് വളം പരിപാലനം. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 3 പോഷകങ്ങളിൽ ഒന്നായ പൊട്ടാഷിനെക്കുറിച്ചാണ്. വിളകളുടെ വിളയും ഗുണവും വർദ്ധിപ്പിക്കുന്നതിൽ പൊട്ടാഷിന് പ്രധാന പങ്കുണ്ട്. ഇത് ഒരു മൈക്രോ ന്യൂട്രിയന്റായി തരംതിരിച്ചിരിക്കുന്നു. വെള്ളം, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ് എന്നിവയെല്ലാം പൊട്ടാസ്യത്തിന്റെ സഹായത്തോടെ സസ്യകലകളിലൂടെ നീങ്ങുന്നു. പ്ലാന്റിനുള്ളിലെ എൻസൈമുകൾ സജീവമാക്കുന്നതിൽ അതിന്റെ പങ്ക് പ്രോട്ടീൻ, അന്നജം, ട്രൈഫോസ്ഫേറ്റ് (ADP) സിന്തസിസിനെ ബാധിക്കുന്നു. പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലം വിളകൾക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അതിന്റെ ചില ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. അരികുകളുടെ നിറം ഏതാണ്ട് കത്തിച്ചിരിക്കുന്നു. ഇലകളുടെ ഇന്റർവെയ്നൽ ക്ലോറോസിസ് അല്ലെങ്കിൽ ഇല ടിഷ്യൂകളുടെ മഞ്ഞ നിറം സംഭവിക്കുന്നു. ഇലയുടെ താഴത്തെ ഉപരിതലം മഞ്ഞ നിറമാകാൻ തുടങ്ങുന്നു. ചെടി പതുക്കെ വളരുന്നു. കൂടുതൽ രോഗങ്ങൾ വരാൻ തുടങ്ങുന്നു. ഈ കുറവ് നികത്താനാണ് ഗ്രീൻ പ്ലാനറ്റ് പവർ പ്ലാന്റ് പൊട്ടാഷ് കൊണ്ടുവന്നത്. പൊട്ടാഷ് ഒരു തരിവളമാണ്. ഇത് എല്ലാ സസ്യങ്ങൾക്കും ഒരു പ്രധാന പോഷകമാണ്. മാത്രമല്ല, ചെടിയുടെ ജീവിതചക്രത്തിലുടനീളം, പ്രത്യേകിച്ച് പഴങ്ങളുടെ രൂപീകരണത്തിലും കായ്കളുടെ വികാസത്തിലും ആവശ്യമാണ്. ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവയ്ക്കൊപ്പം വിളകൾ വളർത്തുന്നതിന് വളമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന പോഷകമാണിത്. ജലം ആഗിരണം ചെയ്യുന്നതിനും പ്രകാശ സംശ്ലേഷണത്തിനും പ്രധാനമായ രാസപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന എൻസൈമുകൾ സജീവമാക്കുന്നതിന് സസ്യങ്ങൾക്ക് മതിയായ പൊട്ടാഷ് ആവശ്യമാണ്. മണ്ണിലെയും മണ്ണിലെ കൊളോയിഡുകളിലെയും പൊട്ടാസ്യം, സിലിക്ക തന്മാത്രകൾ തമ്മിലുള്ള ബോണ്ടുകൾ തകർത്തുകൊണ്ട് ഇത് റൂട്ട് സോണിലേക്കും പ്ലാന്റ് സിസ്റ്റത്തിലേക്കും ഇത് ലഭ്യമാക്കുന്നു. ഗ്രീൻ പ്ലാനറ്റിന്റെ പവർ പ്ലാന്റ് പൊട്ടാഷിന്റെ ഗുണങ്ങൾ ഇനി പറയുന്നവയാണ്. ഉൽപ്പന്നങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ആരോഗ്യകരമായ ഫോട്ടോസിന്തറ്റിക് പ്രക്രിയയെ പിന്തുണയ്ക്കുന്നു. ചെടികളിലെ ഇലകൊഴിച്ചിലും ജലക്ഷാമവും പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു. ചെടികളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഇത് ചെടികളിൽ രോഗപ്രതിരോധം മെച്ചപ്പെടുത്തുന്നു. റൂട്ട് വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. കൃഷിയിടങ്ങളിൽ ഏക്കറിന് 50 കിലോ എന്ന തോതിൽ ഉപയോഗിക്കണം. ഗ്രീൻ മോർണിംഗ്